റോണിയിൽ നിന്ന് ചർച്ച ആരംഭിക്കുകയാണ്. റോണി, ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ട വീര്യം നന്നായി കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. മികവോടെ പ്രതിപക്ഷം ലോക്സഭയിൽ ഒരു ശക്തമായ പൊസിഷൻ സ്വീകരിച്ചു. രാജ്യസഭയിൽ ഇതാ കാണുന്നുണ്ട്, അതിശക്തമായി തന്നെ നിർത്തിപ്പൊരിക്കുകയാണ് ആ സർക്കാരിൻ്റെ പ്രാതിനിധ്യം, ആ സർക്കാരിൻ്റെ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അടക്കം പോയവരോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് രാജ്യസഭയിൽ ഇപ്പോൾ. പക്ഷേ ആ പോരാട്ടം മുന്നോട്ട് പോകുമ്പോഴും വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ അത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവെന്നത് മാത്രമല്ല, ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളുടെ ആകെ പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിലേത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ പ്രിയങ്കയും അത്രമേൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വം തന്നെയാണ്. എന്തുകൊണ്ട് നിസ്സംഗതയും മൗനവും ഇരു നേതാക്കൾക്കും ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ബൃന്ദ കാരാട്ട് പറഞ്ഞ പോലെ പ്രിയങ്ക എന്തുകൊണ്ട് വിപ്പ് ഉണ്ടായിട്ടും സഭയിലെത്തിയില്ല? അത് പ്രിയങ്ക തന്നെ പറയണം. സ്വാഭാവികമല്ലേ? വിശദീകരിക്കേണ്ടേ ജനസാമാന്യത്തോട്? റോണി കെ ബേബി, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ചവിട്ടിയേരിക്കുവാനും ചുട്ടുകൊല്ലുവാനും വംശഹത്യക്ക് പോലും വിധേയമാക്കുവാനുമുള്ള ഓരോ അടവുകൾ അവിടെ സംഘപരിവാരും BJPയും ഒക്കെ ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ കടന്നാക്രമിക്കുമ്പോൾ, അതിനെ പ്രതിരോധിക്കുമ്പോൾ CPM ഏതെക്കാളും ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ BJP പോലും ഉന്നയിക്കാത്തൊരു ആരോപണം, BJPയുടെ ഒരു നേതാക്കൾ പോലും പരാമർശിക്കാത്തൊരു കാര്യം, രാഹുൽ ഗാന്ധി എവിടെ പോയി, പ്രിയങ്ക ഗാന്ധി എവിടെ പോയി? ഇവിടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാജ്യസഭയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും പ്രവൽക്കരിച്ചുകൊണ്ട് ശക്തമായി നിന്ന് പ്രസംഗിച്ച ഒരു നേതാവിന്റെ പേരറിയാമല്ലോ, സോണിയാഗാന്ധി. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റാണ്, നേതാവാണ്. ഇവിടെ ചോദിച്ചു, കൃത്യമായ ഉത്തരവുണ്ട്. പ്രിയങ്ക ഗാന്ധി എന്നോട് ചോദ്യം ചോദിക്കുന്ന ശരത്തിനും വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. കാരണം പാർലമെന്റിന്റെ ഈ സമ്മേളനത്തില് വഖഫ് ഈ നിയമം അവര് അവതരിപ്പിക്കുമോ ഇല്ലതിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം BJPയുടെ രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ JDU TDPയും ഒരുപക്ഷെ ഈ ബില്ലിനെതിരാണ് എന്നുള്ള ഒരു ചിത്രമുണ്ടായപ്പോൾ, ഒരുപക്ഷെ ഈ ബില്ലിന്റെ അവതരണം അടുത്ത സമ്മേളനത്തിലേക്ക് പോലും മാറ്റിവെക്കുമെന്നൊരു ചർച്ചയുണ്ടായപ്പോൾ പ്രിയങ്ക ഗാന്ധി അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുവിന് വളരെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് അവർ വിദേശത്തേക്ക് പോയി. ശരത്തിന്റെ കാര്യം കൃത്യം അറിയാം. 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് വാർത്ത പുറത്തു വരുന്നത്. 1-ാം തീയതി 12 മണിക്ക് ശേഷമാണ് കാര്യോപദേശ സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടുന്നത്, പിറ്റേ ദിവസം ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി. എങ്ങനെയാണ് ഈ പറയുന്നത് 20 മണിക്കൂർ കൊണ്ട് വിദേശത്ത് പോയ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്? അതാണ് അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാരണം. അത് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്, വ്യക്തിപരമായ കാരണമാണ്. അല്ലാതെ അവർ മനഃപൂർവ്വം ഇവിടെ CPM പ്രചരിപ്പിക്കുന്നത് പോലെ അവര് ഈ പറയുന്ന പാർലമെന്റിലെ മനഃപൂർവ്വം വരാതിരിക്കുകയോ അല്ലെ അവിടുന്ന് പോകാതിരിക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. ബഹുമാനപ്പെട്ട ശരത്ത്, നിങ്ങളുടെ CPMന്റെ നേതാക്കളോട് തന്നെ ചോദിക്കുക, ഈ വൃന്ദ കാരാട്ട് തന്നെ ഉത്തരം പറയട്ടെ. ഈ ഏപ്രിൽ 1-ാം തീയതി വൈകുന്നേരം ഞാൻ പറയാം, റോണിയോട് ഞാൻ ഒരു കാര്യം കൂടി, പ്ലീസ് ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കൂ. റോണിയോട് ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ചോദിച്ചത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് അടക്കം ചോദിച്ചപ്പോൾ CPMന്റെ നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതുകൂടി നോക്കൂ. വളരെ പക്വമായി ഒരു യോജിച്ച പ്രതിപക്ഷ നിരയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് അതിലേതെങ്കിലും തരത്തിൽ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് ഈ പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയെന്ന് പരിശോധിച്ച് നോക്കൂ. ഇന്ന് ആ ലോക്സഭയിലുണ്ടായിരുന്ന മധുരയിൽ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട ആളായിരുന്ന K. രാധാകൃഷ്ണൻ, ഈ സാഹചര്യത്തിൽ അമ്രാറാം, ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ സമ്മേളനം മാറ്റിവെച്ച് അവർ നേരെ അവിടേക്ക് പോയി. രാജ്യസഭയിലുള്ള ജോൺ ബ്രിട്ടാസും ശിവദാസനും റഹീമും അടക്കം ഇവിടെ മധുരയിൽ പ്രതിനിധികളാണ്, നിരവധി ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്. ഇന്ന് അവർ പറഞ്ഞതാണത് വാർത്താ സമ്മേളനത്തിൽ. അതെല്ലാം മാറ്റിവെച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലും ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ രാഷ്ട്രീയമായ മര്യാദയും മാന്യതയും പാലിച്ച് തന്നെയാണ് ഇന്നത്തെ ആ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉണ്ടാകാം, സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷേ എന്നിട്ടും CPM നേതാക്കളിൽ നിന്ന്, മുമ്പ് റോണി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, CPM നേതാക്കളിൽ നിന്ന് അത്തരത്തിലേക്ക് അല്ല അതിനെ ഇവർ സമീപിച്ചെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേസമയം മാധ്യമങ്ങളൊക്കെ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കാർഡുകൾ റോണി ഒന്ന് പരിശോധിച്ച് നോക്കൂ. വിപ്പുണ്ടായിട്ടും ലോക്സഭയിൽ എത്തിയില്ല എന്നല്ലേ എല്ലാ മാധ്യമങ്ങളും കൊടുത്തത്. പ്രിയങ്കയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മൗനം, നിസ്സംഗത, ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തോട് എന്തുകൊണ്ട് ഈ നിസ്സംഗത എന്ന് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ? എത്രയോ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ കാർഡുകളുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം റോണിക്ക്. അത് മാധ്യമങ്ങളുടെ ചോദ്യമാണ്, പൊതുസമൂഹത്തിൻ്റെ ചോദ്യമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് വെക്കണ്ടെന്നേ. റോണി കംപ്ലീറ്റ് ചെയ്യും. നമുക്കറിയാം CPMന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ മധുരയിൽ നടക്കുകയാണ്. CPMന്റെ MPമാരെല്ലാം അവിടെയായിരുന്നു. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ CPM ഔദ്യോഗികമായിട്ട് തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഞങ്ങളുടെ MPമാർ സമ്മേളനത്തിലാണ്, ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കള് നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ CPM അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറുവാണെന്നോ, CPM പാർലമെന്റിൽ നിന്ന് പേടിച്ചോടുകയാണെന്നോ
അല്ലെങ്കിൽ BJPക്കെതിരെ നിലപാടെടുക്കാൻ ഭയപ്പെട്ടുകൊണ്ട് CPM പോകണമെന്നൊന്നും ഞങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിനോ ഞങ്ങളുടെ ഒരു പ്രവർത്തകരോ ഞങ്ങളുടെ ഈവൻ ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും ഞങ്ങൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ പറയാനൊരു അവസരം അവര് തന്നില്ലെന്നേ. ബിരിയാണി കഴിക്കാനോ കല്യാണത്തിന് പോകാനോ ബാക്കി കാര്യങ്ങൾക്ക് പോകാനോ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ പാർലമെന്റിലേക്ക് പോകാതെ അവരാരും പോയിട്ടില്ല. എത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് സമൂഹം ചോദിക്കുന്നത് തെറ്റാണോ? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ ഈ ഏപ്രിൽ 1-ാം തീയതി വൈകുന്നേരം അടിയന്തരമായി, ഞാൻ പറഞ്ഞല്ലോ 12 മണിക്കാണ് ഈ തീരുമാനം വരുന്നത്. പിറ്റേ ദിവസം ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോവുക. അന്ന് വൈകുന്നേരത്തിന് അടിയന്തരമായി ഇന്ത്യ മുന്നണിയുടെ യോഗം കൃത്യം 6 മണിക്ക്, വെറും 4-5 മണിക്കൂറിനകം ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിന്നാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. മുന്നണി യോഗം ചേരുവൊക്കെ ചെയ്യും. പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ എന്താണ് റോണി? ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടിയില്ല. ഇത്തവണ അത് കിട്ടി. ആ പദവിയോട് നീതി പുലർത്തണ്ടേ? ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളോട് നീതി പുലർത്തണ്ടേ? നിങ്ങൾക്ക് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രാഹുൽ ഗാന്ധി വേണമെങ്കിൽ സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കാം, അദ്ദേഹത്തിന് ആഗ്രഹമില്ലെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷേ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ശക്തമായി ആസൂത്രിതമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കേന്ദ്ര സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ മുൻപിൽ നിന്ന് നയിച്ചില്ല എന്ന് ചോദിക്കുന്നത് മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചോദ്യമായി എടുക്കണ്ട. പക്ഷേ പൊതുസമൂഹം എന്ന നിലയിൽ രാഷ്ട്രീയം ചിന്തിക്കുന്ന ആളുകൾ ചോദിക്കില്ലേ? ആ ചോദ്യം തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ശരത്തെ, അതിന് വളരെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. ശരത്തിന് അറിയാമല്ലോ, ഒന്നാമത്തെ കാര്യം, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീറ്റ് നിന്നാൽ പോലും സമയം കൊടുക്കാത്ത ഒരു പാർലമെന്റും ഒരു സ്പീക്കറും ഭരണകൂടവുമാണ് ഇന്ത്യ ഭരിക്കുന്നത്. 2, കോൺഗ്രസിന് 3 MPമാർക്കാണ് ആകെ സംസാരിക്കാൻ അവസരം കിട്ടിയത്. ഉള്ള വില കൂടെ പോയില്ലേ? ആകെ അത്ര അവിടെ ശരത്തിനറിയാലോ, അവിടെ കിടന്ന് എത്രമാത്രം ബഹളം വെച്ചാലും എത്രമാത്രം ഫൈറ്റ് ചെയ്താലും എത്രമാത്രം ഒച്ചപ്പാട് വെച്ചാലും നമുക്ക് അവകാശപ്പെട്ട വരും. അതാണ് പറഞ്ഞത്, ഏകാധിപത്യപരമായി പെരുമാറുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അതിനെതിരെ വലിയ ഫൈറ്റ് നടത്തേണ്ടി വരും. അതിനൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി എല്ലാ പാർട്ടികളും അംഗീകരിച്ചു വെച്ചിരിക്കുന്നത്. മൗനമായിരിക്കാനല്ല. ഞങ്ങൾക്ക് കിട്ടിയ സമയം വളരെ കൃത്യമായി ഞങ്ങൾ, കാരണം എന്താ, ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന 3 സ്റ്റേറ്റുകൾ കൃത്യമായി ചെയ്തു. പറഞ്ഞിട്ട് ഒരു മടിയില്ല. ഞങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ആ സമയം ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ലോക്സഭാ ഉപനേതാവാണ് സരൺ ഗൊഗോയ്. അദ്ദേഹമാണ്. ആര് വേണേ സംസാരിച്ചു, അതിലൊന്നും തർക്കമില്ല സർ. ശരി, ഓക്കെ, എനിക്കതിലൊന്നും തർക്കമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ജനാധിപത്യപരമായി നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിൽ ആരൊക്കെ സംസാരിക്കണം. ഒരുപക്ഷെ ഇത്രയും സുപ്രധാനമായ ഒരു ബില്ല് അവിടെ ചർച്ച ചെയ്തിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഒരു അക്ഷരം പോലും ഇതിനെക്കുറിച്ച് പറയാനോ പരാമർശിക്കാനോ, അല്ലെ ഇത്രയും ഇന്ത്യയിലെ ഈ പറയുന്ന 15% വരുന്ന ഒരു മതവിഭാഗം, അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ആർക്കും സംസാരിക്കാനില്ല, ചോദ്യം ചെയ്യാനില്ല. പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു വാക്കിലും പ്രധാനമന്ത്രി ആ വഴിക്ക് വന്നില്ല. സഭയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് മിണ്ടിയതുമില്ല. ഇല്ല, കാരണം പ്രതിപക്ഷ നേതാവ് ഇതിന് മോദിയാണോ മാതൃകാപരമായി കോൺഗ്രസ് കാണുന്നത്? നരേന്ദ്രമോദിയാണോ? ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ